നൂറു പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. ഈ ചുവന്ന പൂവുകൾ ചുവപ്പണിഞ്ഞതെങ്ങിനെ, മാറിടം പിളർക്കെ അമ്മമാർ കരഞ്ഞതെന്തിനാ? വർഗസമരജ്വാല കത്തുമീ ചരിത്ര വീതിയിൽ, രക്തസാക്ഷികൾ മരിച്ചുയർത്തതാണി പൂവുകൾ. പാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. കോൺഗ്രസിന്റെ സുഹൃത്ത് ചോദിച്ചു, 10 വർഷമായി സമരമൊന്നും ചെയ്തില്ലല്ലോ, ഒന്ന് ഇറങ്ങാൻ. ആ ചോദിച്ച സുഹൃത്തിന് എന്തു മറുപടി നൽകാനാണ്? 10 വർഷവും സമരം ചെയ്തു തന്നെയാണ് CPIM-ഉം ഇടതുപക്ഷവും കേരളത്തിൽ നിന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോടും ഇന്ത്യയിലെ പൊതുജന സമൂഹത്തോടും നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു. അവര് അന്ധന്മാരായി അന്നിരിക്കുകയായിരുന്നല്ലോ. അന്നും അവർ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും കോൺഗ്രസ് ഒന്നും മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ട് മിണ്ടിയില്ല? അന്നും കേരളത്തെ ഭരിക്കുന്ന ഗവൺമെന്റിനെ പറഞ്ഞുകൊണ്ടാണ് അവർ നിന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് BJP വളർന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഇത്തരം സമരങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ശക്തമല്ലാത്ത വടക്കേ ഇന്ത്യയിൽ കർഷകന്റെ മഹാസമരങ്ങൾ ഏതാണ്ട് 565 ദിവസം നടത്തി. കോൺഗ്രസ് ഇല്ലായിരുന്നല്ലോ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ച ഇന്ത്യയിലെ കർഷകനെ തകർത്തു തരിപ്പണമാക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഒരു ദിവസം സമരം ചെയ്യാൻ നിങ്ങൾ ഇല്ലായിരുന്നല്ലോ. ബുൾഡോസർ ഉപയോഗിച്ച് കർഷക സമരത്തെ അടിച്ചമർത്തിയപ്പോൾ എവിടെ പോയി രാഹുൽ ഗാന്ധി? ഏതെങ്കിലും ഗന്ധഗോപുരത്തിലിരുന്ന് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ദുർബലമെങ്കിലും അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഓടിയെത്തി. വൃന്ദാക്കാരാട്ടും കൃഷ്ണപ്രസാദും അതുപോലെ ബിജു കൃഷ്ണനും അടങ്ങുന്ന അമ്രാറാം അടങ്ങുന്ന കർഷക നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാരാണ് കർഷകരെ സംരക്ഷിച്ചത്. അതൊരു നിലപാടിന്റെ പ്രശ്നമാണ്. ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തുന്ന എണ്ണമറ്റ സമരങ്ങൾ, ആ സമരങ്ങൾ ഇന്ത്യയിൽ 29 തൊഴിൽ നിയമങ്ങൾ 4 കോടിന്റെ കീഴിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളിക്ക്, ഇന്ത്യയിലെ ജീവനക്കാർക്ക്, ഇന്ത്യയിലെ സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ സമരമാണ്. എവിടെ NSU? എവിടെ ABVP? ഈ സമരത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടും CBSE-യുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരാണ് ഇടപെടുന്നത്? SFI-യുടെ കുട്ടികളാണ്. JNU-വിലെയും ഡൽഹി സർവകലാശാലയിലെയും പ്രിയപ്പെട്ട സഖാക്കൾ, JNU-വിന്റെ മുൻ ചെയർപേഴ്സൺ അടക്കം, ആദർശ് എന്ന് പറയുന്ന SFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം വലിച്ചിരക്കപ്പെട്ട് മർദ്ദനമേൽക്കുമ്പോഴും തകരാത്ത പോരാട്ട കരുത്തോടുകൂടി ഇന്ത്യയിലെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഇടതുപക്ഷം, വിശിഷ്യ CPM, അതിന്റെ വർഗബഹുജന പ്രസ്ഥാനങ്ങളാണ്. ഇത് മനസ്സിലാക്കാത്തവരാണ് പുച്ഛത്തോടുകൂടി സമരങ്ങൾ കാണുന്നത്. അവർക്കിവിടെ പെട്രോളിനോ ഡീസലിനോ പാചകവാതകത്തിനോ വില വർദ്ധിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചീത്ത പറയുന്നതിൽ സംതൃപ്തി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പിടി മനോരോഗികളുടെ മാനവിക വിചാരങ്ങളുമായി നിൽക്കുന്നവരോട് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോടാണ് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് പോരാടണം. ഇലക്ഷന് നിങ്ങൾ ആർക്ക് വേണേൽ വോട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുവാൻ പശ്ചിമ ബംഗാളിൽ 15 വർഷം മുമ്പ് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന അവസാനം ഭരിക്കുമ്പോൾ
അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഭാര്യയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗമായി കിട്ടിയ ഒരു സർക്കാർ ഫ്ലാറ്റ്, ഒരു മുറിയും ഒരു അടുക്കളയും ഒരു സ്വീകരണ മുറിയുമുള്ള ആ കൊച്ചു ഫ്ലാറ്റിലാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബംഗാളിന്റെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ ജീവിച്ചു മരിച്ചത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഞങ്ങളെ തോൽപ്പിച്ചത് കൊണ്ട് ബംഗാളിലെ കുട്ടികൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്നല്ല പറഞ്ഞത്. ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത ബംഗാളിലെ ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ എന്റെ ശരീരത്തിന് ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറായി എന്ന് പറഞ്ഞ് ആ മെഡിക്കൽ കോളേജിലേക്ക് ഭൗതിക ശരീരം കൊടുത്ത ബുദ്ധദേവിനെ പോലെ, ജ്യോതി ബാസുവിനെ പോലെ, മുസാഫർ അഹമ്മദിനെ പോലെ, ജ്യോതിർമയി ബാസുവിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് സമര നായകന്മാരുടെ പോരാട്ടം കൊണ്ട് ചുവന്ന ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റപ്പോൾ എത്ര പേര് ആഹ്ലാദിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കിയത് എല്ലാവരും ചേർന്ന. അവിടെ മാവോയിസ്റ്റ് ഉണ്ടായിരുന്നു, SUCI ഉണ്ടായിരുന്നു, സകല മാധ്യമങ്ങളും ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ അവസ്ഥ? 15 വർഷം മമതയെ നിങ്ങൾ പാലും തേനും കൊടുത്ത് വളർത്തിയില്ലേ? അവസാനം സംഭവിച്ചതെന്താ? BJP അധികാരത്തിൽ വന്നു. BJPക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വഴിവെട്ടുന്ന ബുൾഡോസറുകളുമായി ഇവിടെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്.